ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലോയിഡ് എന്ന ടോപ്പിക്കാണ്. സോ ഡയറക്റ്റ് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഡെഫിനിഷൻ: എ സൈക്ലോയിഡ് ഈസ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് മൂവ്സ് അലോങ് എ സൈഡ് ലൈൻ വിതൗട്ട് സ്ലിപ്പിംഗ്. സോ ഡെഫിനിഷൻ പറയുന്ന പോലെ ഒരു സർക്കിൾ റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന പാത്ത് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവിന് പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്? സൈക്ലോയിഡ്. സോ ഒരു സർക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. റോളിംഗ് സർക്കിൾ എന്നാണ് അതിന് പറയുക. അതിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. അപ്പോൾ ആ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പാത്താണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ട്രേസ് ചെയ്യാം. നമ്മൾ റോളിംഗ് സർക്കിൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് പോയിന്റ് എവിടെ വരിക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കിട്ടും. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് ഇങ്ങനെ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നുണ്ടാവും. നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ പോയിന്റ് കുറച്ചും കൂടെ മുകളിലേക്കായി കറക്റ്റ് സെൻറ്ററിലാകുമ്പോൾ ഏറ്റവും അപ്പർ പോർഷനിലെത്തും. തിരിച്ച് ഫ്രണ്ടിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? താഴേക്ക് തന്നെ വരും. ഗ്രാജ്വലി താഴേക്ക് വന്ന് എവിടെയാണോ ആ പോയിന്റ് ഉണ്ടായിരുന്നത് സെയിം, അതായത് സർക്കിളിനെ ബേസ് ചെയ്തിട്ട് താഴെയായിരുന്നു ആദ്യം പോയിന്റ് ഉണ്ടായിരുന്നത്, തിരിച്ച് അവിടെ തന്നെ എത്തും. എപ്പോഴും ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ പൈ ഡി ആയിരിക്കും. നമ്മുടെ സർക്കിൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക പൈ ഡി അല്ലെങ്കിൽ 2πr ആയിരിക്കും. സർക്കംഫറൻസിൽ ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കർവിന് പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്? സൈക്ലോയിഡ്. ഓക്കെ. അപ്പോൾ സൈക്ലോയിഡിൻ്റെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വീലിൻ്റെ റൊട്ടേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ ഒരു വീല് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പൈ ഡി അല്ലെങ്കിൽ 2πr എന്നൊക്കെ നമുക്ക് ആൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ ആ റോളിംഗ് സർക്കിൾ എന്നുള്ള ടേം ഒന്ന് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ റോളിംഗ് സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൈക്ലോയിഡ് കൺസിഡർ ചെയ്യാറുള്ളത്. സോ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: എ സർക്കിൾ ഓഫ് 50 mm ഡയമീറ്റർ rolls along a straight line without slipping. Draw the curve traced out by a point P on the circumference for one complete revolution of circle. Name the curve. Draw the tangent to the curve at a point on it 40 mm from the line. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് വരയ്ക്കേണ്ടതെന്ന് തന്നിട്ടില്ല. പകരം എന്ത് ചെയ്തു? നമ്മുടെ ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. സർക്കിൾ റോൾസ് ഓൺ എ സ്ട്രൈറ്റ് ലൈൻ ഫോർ വൺ റെവല്യൂഷൻ എന്ന് തന്നു. കൂടാതെ നമ്മുടെ റോളിംഗ് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 50 mm ആണ് നമ്മുടെ റോളിംഗ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് തന്നു. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡെഫിനിഷൻ: സൈക്ലോയിഡ് ഈസ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് പി ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ വിതൗട്ട് സ്ലിപ്പിംഗ് എന്നറിയാം. അപ്പോൾ അത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നു. എന്നിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നത്. ആ കർവിൻ്റെ പേരും പറയാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തരുന്നതിന് പകരം കുറച്ചൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നു മാത്രം. ഇത് സിമ്പിളായിട്ട് എങ്ങനെയും ചോദിക്കാം. കൺസ്ട്രക്ട് എ സൈക്ലോയിഡ് ഗിവൺ ദ റേഡിയസ് ഓഫ് എ റോളിംഗ് സർക്കിൾ ആസ് 25 mm എന്ന് ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സർക്കംഫറൻസ് ആണ് കണ്ടെത്തേണ്ടത്. പൈ ഡി അല്ലെങ്കിൽ 2πr ചെയ്ത് കഴിഞ്ഞാൽ 157.14 mm നമുക്ക് സർക്കംഫറൻസ് കിട്ടും. ഇവിടെ കൂടാതെ 40 mm ലൈനിൽ നിന്ന് 40 mm മുകളിൽ ഒരു ടാൻജൻറ്റും നോർമലും കൂടെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം നമ്മൾ റോളിംഗ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. റോളിംഗ് സർക്കിളിൻ്റെ ഡയമീറ്റർ 50 വിച്ച് മീൻസ് റേഡിയസ് 25 mm ആയിരിക്കും. 25 mm ഉള്ള ഒരു റോളിംഗ് സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം നമ്മളെ ക്വസ്റ്റ്യൻ ബിഗിൻ ചെയ്യേണ്ടത്. ഇനി ഈ റോളിംഗ് സർക്കിളിനെ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുക. മിനിമം 8 ഈക്വൽ പാർട്സ് ആണ്. 12 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോളിംഗ് സർക്കിളിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ടത് ഈ റോളിംഗ് സർക്കിളിനെ നെയിം ചെയ്യുക. 1 to 7, അതായത് താഴെയുള്ള പോയിന്റിനെ പിയും ബാക്കിയുള്ള പോയിന്റ്സിന് 1 to 7 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നെയിം ചെയ്തു. ഇനി ഈ റോളിംഗ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ ലെഫ്റ്റിൽ വരച്ചിട്ടുള്ളത്. ഈ റോളിംഗ് സർക്കിൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കവർ ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പൈ ഡി അഥവാ 157.14 mm ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു റോളിംഗ് സർക്കിൾ വരയ്ക്കണം. അതേപോലെ അതിൻ്റെ എൻഡ് പോയിന്റിൽ, അതായത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടുന്ന് റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് പോയിന്റിൽ എത്തുമ്പോൾ പി എന്ത് ചെയ്യും? തിരിച്ച് താഴെയുള്ള പോയിന്റിലേക്ക് തന്നെ എത്തും. അപ്പോൾ അതും കൂടെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? എൻഡ് പോയിന്റിലും ഒരു സർക്കിളും കൂടെ കൺസ്ട്രക്ട് ചെയ്യണം. ലെഫ്റ്റിൽ ഒരു സർക്കിൾ വരയ്ക്കണം, റോളിംഗ് സർക്കിൾ. എൻഡ് പോയിന്റിൽ ഒരു സർക്കിളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ റോളിംഗ് സർക്കിളിനെ നമ്മൾ എത്ര ഈക്വൽ പാർട്ടായിട്ടാണോ ഡിവൈഡ് ചെയ്തത് അതേ ഡിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്കംഫറൻസ് ഡിസ്റ്റൻസിനും നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ ടോട്ടൽ ഡിവിഷൻസ് കൊടുത്തിട്ടുള്ളത് 8 ഈക്വൽ ഡിവിഷൻ അല്ലേ.
സോ നമ്മൾ താഴെയുള്ള ഈ ലൈനിനെ അഥവാ പൈ ഡി ഡിസ്റ്റൻസിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 157.14 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 8 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ ലിറ്റിൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു അക്യൂട്ട് ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കും, എന്നിട്ട് ആ ലൈനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിനെ 8 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒരു 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, ഒരു 8 ഈക്വൽ പാർട്ടായിട്ട് ആദ്യം 1/1 ആയിട്ട് അതിനെന്ത് ചെയ്യുക, 8 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുക. നമ്മുടെ 8 സെൻറ്റിമീറ്റർ വരച്ചുള്ള ലൈനും നമ്മുടെ സർക്കംഫറൻസിൻ്റെ ലൈനും കൂടെ എന്ത് ചെയ്യുക, എൻ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഡിവിഷൻസിലും പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ആ പാരലൽ ലൈൻസ് നമ്മുടെ സർക്കംഫറൻസ് ലൈനെ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതൊക്കെ എന്തായിരിക്കും, ഈക്വൽ ഡിവിഷനായിട്ട് മാറും. ഈ മെത്തേഡ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡിവിഷൻ ഓഫ് എ ലൈൻ മെത്തേഡ് നമ്മൾ ആൾറെഡി അറിയാവുന്നതാണ്. ആ മെത്തേഡ് പ്രോപ്പറായിട്ട് ഇവിടെ കാണിച്ച പോലെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 157.14 mm 8 ഈക്വൽ പാർട്ട് ഡിവൈഡ് ചെയ്യുക. നെയിം ചെയ്യുമ്പോൾ 1 to 7 നെയിം ചെയ്യണം. കൂടാതെ ലാസ്റ്റ് പോയിന്റ് എന്തായിരിക്കും വരുന്നുണ്ടാവുക, 1 2 കഴിഞ്ഞിട്ട് 7 എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് തന്നെ ആയിരിക്കും. വിച്ച് മീൻസ് പി തന്നെ ആയിരിക്കും എൻ പോയിന്റിൽ ഉണ്ടാവുക. 1 to 7 എൻ്റെ എൻ പോയിന്റിൽ പി. ഇനി ചെയ്യേണ്ടത്, നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഓരോ പോയിന്റ് സർക്കിളിലെ റോളിംഗ് സർക്കിളിലെ ഓരോ പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻസ് റൈറ്റിലേക്ക് വരയ്ക്കുക. 1 നിന്നും 7 നിന്നും ഒരു കോമൺ ലൈൻ ആയിരിക്കും. 2 6 കോമൺ, 3 5 കോമൺ, പിന്നെ 4 നിന്നും എന്ത് ചെയ്യുക, ഓരോ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം താഴെയുള്ള സർക്കംഫറൻസ് ലൈനിലുള്ള ഓരോ പോയിന്റ് 1 to 7 അല്ലെങ്കിൽ പി ടു പി വരെയുള്ള ഓരോ പോയിന്റിൽ ഓരോ വെർട്ടിക്കൽ ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയുള്ള ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് ഓരോ സെൻറ്റർ പോയിന്റ് കൊടുക്കുക. C0 C1 C2 അതേപോലെ C8 വരെ ഓരോ സെൻറ്റർ പോയിന്റിന് എന്ത് ചെയ്യുക, നെയിം ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് ഓരോ പോയിന്റ് കണ്ടെത്തുകയാണ്. ആദ്യത്തെ പോയിന്റും ലാസ്റ്റ് പോയിന്റും നമുക്കറിയാം സർക്കിളിലെ പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് കണ്ടെത്താൻ വേണ്ടി C1 എന്ന പോയിന്റ് സെൻറ്ററാക്കി എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കണം. ആർക്കിൻ്റെ ഡിസ്റ്റൻസ് 25 mm ആയിരിക്കും, അഥവാ റോളിംഗ് സർക്കിളിൻ്റെ റേഡിയസ്. ആ ആർക്ക് എന്ത് ചെയ്യുക, 1 പോകുന്ന ലൈനിൽ കട്ട് ചെയ്യുക. C1 സെൻറ്റർ 1 പോകുന്ന ലൈനിൽ എന്ത് ചെയ്യും, ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇനി C2 സെൻറ്റർ ആർക്ക് റേഡിയസ് 25, 2 പോകുന്ന ലൈൻ എന്ത് ചെയ്യുക, ഒരു ആർക്ക് കട്ട് ചെയ്യുക. അടുത്തതായിട്ട് C3 സെൻറ്ററായിട്ട് എടുക്കുക, ആർക്ക് റേഡിയസ് 25, 3 പോകുന്ന ലൈൻ അതിലെന്ത് ചെയ്യുക, ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്ലോയിഡിൻ്റെ മൂന്നാമത്തെ പോയിന്റ് കിട്ടും. സിമിലർലി C4 ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ 4 പോകുന്ന ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത് ചെയ്യുക, നമ്മൾ 4th പോയിൻ്റായിട്ട് സൈക്ലോയിഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇനി C5 എന്ന് പറഞ്ഞുള്ള 5th പോയിന്റ് എടുക്കുക, ആർക്ക് റേഡിയസ് 25, 5 പോകുന്ന ലൈനിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്യുക. 5 പോകുന്ന ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ സൈക്ലോയിഡിലെ അടുത്ത പോയിന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ C6 C6 സെൻറ്റർ ആക്കുക, ആർക്ക് ഡിസ്റ്റൻസ് 25, 6 പോകുന്ന ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് 6th പോയിൻ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി സിമിലർലി C7 7 പോകുന്ന ലൈനിൽ എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ലാസ്റ്റത്തെ പോയിന്റ് നമുക്ക് ആൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ C8 നിന്ന് വരച്ചാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടി. ഈ കിട്ടിയിട്ടുള്ള ഓരോ പോയിന്റ്സും നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു കർവ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കർവിന് പറയുന്ന പേരാണ് നമ്മുടെ സൈക്ലോയിഡ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കർവ് മാത്രമാണ് നമ്മുടെ ആൻസർ പാർട്ട് അല്ലെങ്കിൽ സൈക്ലോയിഡൽ കർവ്. ബാക്കിയെല്ലാം കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്. അപ്പോൾ അതെല്ലാം തിന്നായിട്ട് വരച്ചാൽ അതിൻ്റേതായ വൃത്തി നമ്മുടെ ഫിഗറിന് ഉണ്ടാവും. ഇവിടെ ഈ സൈക്ലോയിഡ് കർവിന് പുറമെ ഒരു താഴെ നിന്ന് 40 mm മുകളിലേക്ക് ഒരു പോയിന്റ് കണ്ടെത്തി ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റും നോർമലും കൂടെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പോയിന്റ് കണ്ടെത്താണ്. അപ്പോൾ എന്ത് ചെയ്യുക, താഴെ നിന്ന് ഒരു 40 mm മുകൾ, അതായത് നമ്മുടെ ബേസ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ സർക്കംഫറൻസ് ലൈനിൽ നിന്ന് ഒരു 40 mm ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കേണ്ട പോയിന്റ് കിട്ടും. 40 mm എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പോയിന്റ് ഇവിടെയാണ് വരുന്നുണ്ടാവുക. ആ പോയിന്റ് നമ്മൾ Q എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. ആ ക്യൂവിൽ നിന്നും ഇതേപോലെ 25 mm ആർക്ക് ലെങ്ത് എടുത്തിട്ട് നമ്മുടെ സെൻറ്ററിലൂടെ വരച്ചുള്ള ലൈനിൽ എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. Q സെൻറ്റർ, ആർക്ക് ലെങ്ത് 25, ആർക്ക് വരച്ചു. അവിടെ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ താഴേക്കും കൂടെ നമ്മൾ വരയ്ക്കുക. അപ്പോൾ താഴെ എവിടെയാണോ ആ പോയിന്റ് സർക്കംഫറൻസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ M എന്ന് പേര് കൊടുത്തു. ഇനി ആ എമ്മും ക്യൂവും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈക്ലോയിഡിന് നോർമൽ കിട്ടി. ഈ നോർമലിന് പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ടാൻജൻറ്റ് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ കർവിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ആ നോർമലിന് ഒരു പെർപെൻഡിക്കുലറും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാൻജൻറ്റും കൂടെ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. സാധാരണ രീതിയിൽ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ ചോദിച്ചു, കൺസ്ട്രക്ട് എ സൈക്ലോയിഡ്
ഗിവൺ റേഡിയസ് ഓഫ് റോളിംഗ് സർക്കിൾ ആസ് 25 mm. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ടാൻജൻറ്റും നോർമലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ കർവ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ്. പ്രോപ്പറായിട്ടുള്ള ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. കൺസ്ട്രക്ഷൻ ലൈൻസ് തിന്നായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലോയിഡിന് ഒന്നും കൂടെ വൃത്തി ഉണ്ടാവും. അപ്പോൾ ആ കാര്യം കൂടെ നോക്കിയിട്ട് സൈക്ലോയിഡിൻ്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.